അപ്പോൾ നമുക്കേ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി വന്ന് അപ്പോൾ നമുക്കിനി ഞം അടിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് ഉണ്ണുന്നത് പ്ലേറ്റിലല്ല, ടിഫിൻ ബോക്സിലാണ്, നമ്മുടെ ചോറ്റുപാത്രം. അപ്പോൾ 3 ചോറ്റുപാത്രം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് 3 പേര് സ്കൂളിൽ കൊണ്ടുപോയി. മോൻ സാധാരണ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അവൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ് ഉമ്മച്ചി എനിക്ക് ഇന്നും ചോറ് വേണം. അപ്പോൾ അവർക്ക് രാവിലെ ചോറും കറികളെല്ലാം സെറ്റാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നോക്കിയപ്പോൾ ടിഫിൻ ബോക്സ് ഇല്ല, പകരം വേറൊരെണ്ണം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചോറും ബാക്കി കറികളും, അങ്ങനെ ഒത്തിരി കറികളൊന്നുമില്ല, വളരെ കുറച്ച് കറികളൊക്കെ ആയിട്ട് ഇന്ന് ഇതിൽ കഴിക്കാനെന്ന് ഒരു കൊതിയും ആഗ്രഹവും. അപ്പോൾ പിന്നെ ഇന്ന് കഴിക്കാനുള്ള ആഗ്രഹം നാളെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നെന്തോ എന്നൊന്നില്ലാത്തൊരു വിശപ്പും. അപ്പോൾ നമുക്ക് ഇതിൽ ചോറൊക്കെ കറികളും സെറ്റാക്കിയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ച്, ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ചോറ് തട്ടാം. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ്, ചോറിടാം. ചൂട് അല്ലേ പ്ലാസ്റ്റിക്കിൽ കഴിക്കാമോ എന്നുള്ള കമൻസ് നിരോധിച്ചിരിക്കുന്നു. കാരണം രാവിലെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുത്ത കൂട്ടത്തിൽ ചോറും കറികളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഏകദേശം ഉച്ചയായല്ലോ. അപ്പം എല്ലാം തണുത്തിരിക്കുകയാണ്. അപ്പോൾ തണുത്ത ചോറാണ് ഞാൻ ഇടുന്നത്. കുറച്ച് ചോറിട്ടു, അതിലേക്ക് കുറച്ച് അവിയൽ വെച്ചു. വെജിറ്റബിളൊക്കെ കഴിക്കാൻ വലിയ പാടാണ് എനിക്ക്, എന്നാലും വെച്ചിട്ടുണ്ട്, ഒന്ന് കളർഫുള്ളാവട്ടെ. പിന്നെ നമ്മൾ ഇന്നലത്തെ മീൻകറിയാണ്, അയല മീൻകറി വെച്ചു. ചമ്മന്തി വെച്ചു. ഒരു സൈഡിലായിട്ട് മാങ്ങ അച്ചാർ, പിന്നെ ഓംപ്ലേറ്റ് ഇപ്പോൾ റെഡിയാക്കിയതാണ് കേട്ടോ. അത് മാത്രമേ ചൂടായിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ച് സെറ്റാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് കഴിക്കാവേ. അപ്പോൾ നമ്മുടെ ടിഫിൻ റെഡി, ചോറുണ്ണാം. തുറന്നപ്പോഴേ ആ മുട്ടയെ പൊരിച്ചതിൻ്റെയൊക്കെ ആ മണം, മുട്ട, ചമ്മന്തി, മീൻകറി, ഞാനിത് എവിടെ നിന്ന് തുടങ്ങും? കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കാം, എല്ലാം കൂടി ഇട്ട് കുഴയ്ക്കുമ്പോഴേ ബുദ്ധിമുട്ടാവും എനിക്ക്. എല്ലാം മാറ്റി വെച്ചു. ഇനി നമുക്ക് കഴിക്കാം.